OET കാൻഡിഡേറ്റ്സ് പറയുന്ന ഏറ്റവും വലിയ കംപ്ലൈൻ്റ് ആണ് റീഡിങ് അങ്ങോട്ട് ശരിയാവുന്നില്ല. സ്കിമ്മിങ് ചെയ്യുന്നു, സ്കാനിങ് ചെയ്യുന്നു, ഹൈലൈറ്റിംഗ് കീവേഡ്സ് ചെയ്യുന്നു, ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നു, എന്തൊക്കെ ചെയ്താലും റീഡിങ് ഇംപ്രൂവ് ആകുന്നില്ല. എന്താ ചെയ്യുക? വെൽ, അവരോട് പറയാനുള്ള ആദ്യത്തെ കാര്യം, റീഡിങ്ങിൽ ഷോർട്ട് കട്ട് ഇല്ല. യു ഹാവ് ടു വർക്ക് റിയലി ഹാർഡ്. ബട്ട് റീഡിങ്ങിന് കുറച്ച് ടിപ്സ് ഉണ്ട്. നിങ്ങളുടെ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത്. First method, reading with a chunk of words. Look, instead of picking up each words, try making it a cluster and read. എന്താണ് എൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡിംഗ് ടൈം കുറയും, അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റൽ മീനിങ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. സെക്കൻഡ് മെത്തേഡ് ഈസ് സിറ്റിംഗ് ഇൻ എ മോർ റിലാക്സ്ഡ് ആൻഡ് കംഫർട്ടബിൾ പൊസിഷൻ ആൻഡ് റീഡിങ്. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് ചോദിച്ചാൽ യു ആർ ടയറിങ് ഓഫ് ഐസ് പെട്ടെന്ന് അങ്ങ് ടയേർഡ് ആവുക, കോൺസെൻട്രേഷൻ പോവുക, ഇതൊക്കെ കുറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാം. ക്ലോസ് ആയിട്ട് റീഡിംഗ് മെറ്റീരിയൽ പിടിക്കരുത്, അതുപോലെ ഒരുപാട് ദൂരെയും റീഡിംഗ് മെറ്റീരിയൽ പിടിക്കരുത്. നിങ്ങളുടെ ഒരു കംഫർട്ടബിൾ പൊസിഷൻ ഉണ്ട്, ആ പൊസിഷൻ വെച്ച് നിങ്ങൾ എപ്പോഴും വായിക്കുക. ലെറ്റർ കളറിംഗ്. വെൽ, ഇത് നിങ്ങൾക്ക് പുതിയൊരു മെത്തേഡ് ആയിരിക്കും, പക്ഷേ റീഡിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ ഈ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇതിലൂടെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആകും. ഹൗ? ലെറ്റർ കളറിംഗ്. അതായത് എ, ഫോർ എക്സാമ്പിൾ ആൽഫബറ്റ് എ, അതിൽ എയുടെ അകത്ത് കുറച്ച് ഗ്യാപ്പ് അല്ലേ, നമുക്ക് അതൊന്ന് കളർ ചെയ്യാം. ക്യാപിറ്റൽ ലെറ്റർ ബി, അതിൽ 2 ഗ്യാപ്പ് ഉണ്ട്. അതായത് ബി, ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതുമ്പോൾ മുകളിലും കുറച്ച് സ്പേസ് ഉണ്ട് കളർ ചെയ്യാൻ, താഴെയും ഒരു സ്പേസ് ഉണ്ട് കളർ ചെയ്യാൻ. പക്ഷേ സി എടുക്കൂ, സി ഈസ് നോട്ട് കംപ്ലീറ്റ്, അതുകൊണ്ട് സിയുടെ ഇടയ്ക്ക് കളർ ചെയ്യാൻ നമുക്ക് സ്പേസ് ഇല്ല. ഇങ്ങനെ നമ്മൾ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, അതിലെ എല്ലാ ലെറ്റേഴ്സും കളർ ചെയ്യുക. ഹൗ ഇറ്റ് വിൽ ഇംപ്രൂവ് യുവർ റീഡിംഗ് സ്കിൽ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഒരുപാട് റീഡിംഗ് മെറ്റീരിയൽ ഉണ്ട്, ലോങ് പാസേജ് ഒക്കെ ഉള്ളപ്പം ഫസ്റ്റ് പാസേജ് വായിക്കുന്ന അത്രയും കോൺസെൻട്രേഷൻ നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് ആകുമ്പോൾ കിട്ടത്തില്ല. പക്ഷേ ഇങ്ങനെ ഒരു വലിയൊരു ഒരു ന്യൂസ് പേപ്പർ ഒക്കെ എടുത്ത് ഇങ്ങനെ കളർ ചെയ്ത് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്യുമ്പം നമ്മുടെ കോൺസെൻട്രേഷൻ ആ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വേർഡ് ഫൈൻഡർ. ഇതിന് നമുക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. ആ ആളോട് ആളുടെ കയ്യിൽ നമുക്കൊരു റീഡിംഗ് മെറ്റീരിയൽ കൊടുക്കാം, കുറച്ച് ലോങ് ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് ആ വ്യക്തിയോട് നമ്മൾ പറയുക, നോട്ട് കണക്ടേഴ്സ്, ആർട്ടിക്കിൾസ്, അങ്ങനെ ലൈക്ക് ഓഫ്, ആൻ, എ, ഇതൊന്നുമല്ല, നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്സ്, ഇതെല്ലാം ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു വേർഡ്, അതിനകത്തിലെ ഏതെങ്കിലും ഒരു വേർഡ്, ആ റീഡിംഗ് മെറ്റീരിയൽ ഒരു വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് തരിക. We have to find that word within a predestined time. ഇത് നിങ്ങൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കീവേഡ്സ് ഫൈൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ വ്യക്തി പറഞ്ഞ വേർഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ ഫുൾ മെറ്റീരിയൽ വായിക്കാതെ തന്നെ ആ വേർഡിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ സെർച്ചിങ്, നിങ്ങളുടെ കീവേഡ് ഫൈൻഡിങ്ങിന് വളരെ ഹെൽപ്ഫുൾ ആണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, റീഡ് റെഗുലർലി. നോ ഷോർട്ട് കട്ട്സ്, നോ നത്തിങ്. എന്നും ഒരു 10 minutes മിനിമം നിങ്ങൾ വായിച്ചേ പറ്റൂ. അതെന്തും ആയിക്കോട്ടെ, ഒരു ബ്ലോഗ്, പോസ്റ്റ്, എന്തും ആയിക്കോട്ടെ, നിങ്ങൾ പക്ഷേ വായിച്ചിരിക്കണം. എന്ന് വായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണ്ടിന്യൂറ്റി, ഒരു ഡെവലപ്മെന്റ് തന്നെ ബ്രേക്ക് ആയി പോകും. സോ റീഡ് റെഗുലർലി, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഗൈസ്, ഐ റിയലി ഹോപ്പ് ദാറ്റ് ദീസ് reading tips are really helpful for you, and we will be back with another video. Bye for now.